ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടിരുന്ന ഒരാൾ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ്. കൊണ്ടിറക്കുന്നവരെയും ചിലപ്പോൾ എന്നെ തിരിച്ചറിയത്തില്ല. കൊണ്ടിറക്കിയിട്ട് എത്രയായി എന്ന് ചോദിക്കും. നമ്മൾ പൈസ പറയാനായിട്ട് തിരിയപ്പോൾ അയ്യോ സാറാണോ, സാറെന്താ ഓട്ടോയിലെന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടെ. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്ത പലരും ഞാനാണെന്നറിയാതെ എൻ്റെ ഓട്ടോ വിളിച്ചു പോയിട്ടുണ്ട്. അധ്യാപകൻ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഡ്രൈവറായി ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ ഒരു നാണക്കേടും എനിക്ക് തോന്നിയിട്ടില്ല. 55 വയസ്സൊക്കെ കഴിയുമ്പോൾ വിശ്രമ ജീവിതം ആശംസിച്ചാണ് ഈ വീട്ടിൽ കൊണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ വിശ്രമത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എനിക്കെപ്പോഴും എൻ്റെ ആൾക്കാരുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ 33 വർഷത്തെ നാടക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് നായകനായിട്ട് തന്നെയാണ്. എൻ്റെ അമ്മയും അപ്പനും മത്സ്യത്തൊഴിലാളികളായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ മകനായി സർവ്വദാരിദ്ര്യത്തിലും വിഷമതകളിലും വളർന്നു വന്ന ഒരാളായതുകൊണ്ടാണ് ഏത് ജോലി ചെയ്യാനും എനിക്ക് അതിൻ്റേതായ ഒരു മഹത്വമുള്ളതായി തോന്നുന്നത്. ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തു നിന്നൊക്കെ ജോലി കിട്ടി പോകുന്ന ആളുകൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് വന്നത് പറയാറില്ല. അത് അവർക്ക് എന്തോ ഒരു നാണക്കേട് പോലെ അല്ലേ? എനിക്ക് ഒരു മടിയില്ല. കാരണം ആ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടിയ അന്നം കഴിച്ച് വളർന്നു വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ശരിക്കും പേര് യേശുദാസ് അല്ലല്ല, സ്റ്റാനിസ്ലാവോസ് എന്നാണ്. എന്നെ പഠിപ്പിച്ച കോളേജ് പ്രിൻസിപ്പൾ എന്നെ ഒരിക്കൽ ഒരു ചെറിയ അടിക്കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പൾ പോലും എന്നെ സസ്പെൻഡ് ചെയ്ത് എഴുതിയിട്ട പേര് യേശുദാസ് എന്നാണ്. അപ്പം ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു. എന്നെ സസ്പെൻഡ് ചെയ്തില്ല, പിന്നെ എന്തിനാണ് ക്ലാസ്സിൽ കയറി? ഞാൻ പറഞ്ഞു ഏതോ ഒരു യേശുദാസിനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എന്നെ അല്ല എന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞു. ആ മുടിഞ്ഞ പേരും ഞാൻ ഓർത്തിരിക്കാൻ പറ്റത്തില്ല, നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമസ്കാരം. കൊല്ലം ജില്ലയിലെ ആഞ്ഞിലിമൂട് മാതൃക ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവറുടെ കഥ പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന, വളരെ നല്ലൊരു നാടക നടനായിരുന്ന, പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളുടെ കഥയാണ്. ഇന്ന് അദ്ദേഹം ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചാണ് കാണുന്നത്. അതെ അതെ. ഒരു കാലഘട്ടത്തിൽ അധ്യാപകനായിരുന്നു. അതെ. നാടക നടനായിരുന്നു. അതെ അതെ. എൻ്റെ 32 വർഷം നാടക രംഗത്തുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതെ അതെ. ഓട്ടോ സ്റ്റാൻഡിൽ. അതെ. ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ്. ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു. മാറ്റങ്ങളേ ഉള്ളൂ ജീവിതത്തിൽ. ശരിക്കും ഇങ്ങനെ മാറുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടിരുന്ന ഒരാൾ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ്. പണ്ട് നമ്മളെ സാറേ എന്ന് വിളിച്ചവർ വന്ന് ഓട്ടം പോകാനൊക്കെ വിളിക്കും. ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഓട്ടോ ഡ്രൈവറെ കാണുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഡ്രൈവറെ ആരാണെന്ന് നോക്കാതാണ് ഓട്ടോയിൽ കയറുന്നത്. കയറിയിട്ട് പോകേണ്ട സ്ഥലം പറയും. അപ്പോൾ നമ്മൾ കൊണ്ടിറക്കുന്നവരെയും ചിലപ്പോൾ എന്നെ തിരിച്ചറിയത്തില്ല. കൊണ്ടിറക്കിയിട്ട് എത്രയായി എന്ന് ചോദിക്കും. നമ്മൾ പൈസ പറയാനായിട്ട് തിരിയപ്പോൾ അയ്യോ സാറാണോ, സാറെന്താ ഓട്ടോയിലെന്ന് ചോദിച്ചിട്ട് അത്ഭുതത്തോടെ. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്ത പലരും ഞാനാണെന്നറിയാതെ എൻ്റെ ഓട്ടോ വിളിച്ചു പോയിട്ടുണ്ട്. പക്ഷെ പലരും പഠിപ്പിച്ച കുട്ടികൾ വന്ന് കയറുമല്ലോ. കുട്ടികൾ വന്ന് കയറുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. ഇങ്ങനൊരു അധ്യാപകൻ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഡ്രൈവറായി ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സർക്കാർ ജീവിതത്തിൽ എൻ്റെ സഹപ്രവർത്തകർ ചോദിക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ? സാറിന് ഒരിക്കലും ഇതിൻ്റെ ആവശ്യമില്ല. സാറിന് ഒരു അധ്യാപകനായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, മോശമല്ലാത്തൊരു പൊസിഷനിൽ നിന്ന് റിട്ടയർ ചെയ്തയാളാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത് മോശമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ ഒരു നാണക്കേടും എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒരു തൊഴിൽ, ഇത് നേരത്തെ എനിക്ക് ഓട്ടോ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് വാടകയ്ക്ക് കൊടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഈ ഓട്ടോ ഫീൽഡിലേക്ക് തന്നെ വന്നു എന്നുള്ളതേ ഉള്ളൂ. സാധാരണ ആളുകൾ റിട്ടയർഡ് ആകുമ്പോൾ ബിസിനസ് മേഖലയിലേക്ക്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഭയങ്കര ചൂടാണ്, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അത്ര ചൂടാണ്. ഈ വളരെ നല്ല രീതിയിൽ വെയിലൊന്നും കൊള്ളാതെ കുറേ വർഷങ്ങൾ സർക്കാർ ജോലി ചെയ്ത ആള് ഈ വന്ന് തീ വെയിലത്ത് ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഇരിക്കുന്നു, ഓട്ടോ ഓടുന്നു, അലഞ്ഞുള്ളൊരു ജീവിതമല്ലേ? അപ്പോൾ അത് ഈ അലച്ചിൽ എന്നതിലുപരി ഇതിനകത്ത് വേറൊരു സന്തോഷമുണ്ട്. ഒന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, ഒരുപാട് സൗഹൃദങ്ങളുണ്ടാവും. മുൻ സുഹൃത്തുക്കളെ വഴി വെച്ചെങ്കിലും കാണാൻ പറ്റും, മനസ്സ് സന്തോഷമാക്കി വെക്കാൻ പറ്റും, ഒരു ഉന്മേഷം ഉണ്ടാവും മനസ്സിനെപ്പോഴും. സാധാരണ 55 വയസ്സൊക്കെ കഴിയുമ്പോൾ വിശ്രമ ജീവിതം ആശംസിച്ചാണ് ഈ വീട്ടിൽ കൊണ്ടാകുന്നത്. അപ്പോൾ ഇനി എപ്പോഴായിരുന്നു വിശ്രമിക്കുന്നത്? വിശ്രമം
അങ്ങനെ നമ്മൾ വിശ്രമത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. എനിക്കെപ്പോഴും എൻ്റെ ആൾക്കാരുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്ത് ജീവിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എൻ്റെ ഓട്ടോ സുഹൃത്തുക്കളുണ്ട്, അവരും എല്ലാമായിട്ട് ഏതാണ്ട് 10-40ഓളം ഓട്ടോകൾ ഇവിടെ ഉണ്ട്. അപ്പം അത്രയും സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു പുതിയ മേഖലയിൽ വ്യത്യസ്ത ഏജിലുള്ള ആളുകൾ. അതെ അതെ അല്ലേ? അതെ അതെ. ഇവിടെ വിവിധ ജാതി മതത്തിലുള്ള ആളുകൾ, എല്ലാം വേർതിരിവില്ലല്ലോ. ഒന്നുമില്ല. നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് മാതൃക എന്നാ പേരിട്ടേക്കുന്നത്? അതെ, മാതൃക ഓട്ടോ സ്റ്റാൻഡ്. മാതൃകയാണ് ഈ ഓട്ടോ സ്റ്റാൻഡ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിന് മാതൃക എന്ന് പേരിട്ട എല്ലാ കാര്യത്തിലും മാതൃകയാണ്. കാര്യം സൗഹൃദത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ മതക്കാരുടെയും ആഘോഷങ്ങൾ നമ്മൾ ഈ സ്റ്റാൻഡിൽ ആഘോഷിക്കാറുണ്ട്. എല്ലാ മതങ്ങളുടെയും. ഇപ്പോൾ ക്രിസ്മസ് വന്നാലും ഈ പിന്നെ നബിദിനം വന്നാലും അതുപോലെ തന്നെ ഓണം വന്നാലും അതുപോലെ തന്നെ പള്ളികളിൽ നടക്കുന്ന ആഘോഷങ്ങളിലായാലും ഏത് കാര്യത്തിലും ഇവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ചേർന്ന് അത് ഗംഭീരമാക്കാറുണ്ട്, ആഘോഷമാക്കാറുണ്ട്. അതുപോലെ ഇപ്പം തന്നെ പിന്നെ ഇവിടെ ഈ ജാതി പറഞ്ഞുള്ള പ്രശ്നങ്ങളില്ല, തമ്മിൽ തല്ലില്ല. അപ്പം അതുപോലെ തന്നെ ഈ ഏത് കാര്യത്തിലും ഒരു മാതൃകയായി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് ഉചിതമാണ്. സാറ് ട്യൂട്ടോറിയൽ കോളേജുകൾ കത്തി നിന്ന ഒരു കാലമുണ്ട്. അന്ന് ഇവിടുത്തെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഒരു 5 പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്നായിരുന്നു സാറ്. അതെ, എനിക്ക് അതിനെൻ്റെ പിന്നെ ഈ വീട്ടിലിരിപ്പുണ്ട് അതിൻ്റെ ഫലകം. പിന്നെ എൻ്റെ കുട്ടികൾ പിന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിട്ട് എന്നെ ആദരിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് ഒരു പിന്നെ മൊമെൻ്റോ തരികയും എന്നെ ഷാള് പുതപ്പിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ പഠിപ്പിച്ച കുട്ടികളെ വീണ്ടും ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് കാണുമ്പോൾ, അവർ വന്ന് നമ്മുടെ ഓട്ടോയിൽ കയറുമ്പോൾ, ഇവർ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ല, എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. അവരൊക്കെ കാണാൻ വേണ്ടി തന്നെയാണല്ലോ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്, ഈ മേഖലയിലേക്ക് വന്നത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ അതൊക്കെ കാണുമ്പോൾ. സർക്കാർ ജോലിയിൽ തുടരുമ്പോൾ തന്നെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ പാർല കോളേജ് അധ്യാപകനായിരിക്കുമ്പോഴും സർക്കാർ ജോലിയിൽ ഇരിക്കുമ്പോഴും നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് നാടകം, സിനിമ, സീരിയൽ ഇത് 3ലും അഭിനയിക്കാനായിട്ട് ഞാൻ പെർമിഷൻ എടുത്തിരുന്നു. പെട്ടെന്ന് സർക്കാരിൻ്റെ ഇത് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിരുന്നു. അങ്ങനെയാണ് ഒരു സീരിയലിൽ നമ്മുടെ ആൽഫ ജെയിംസ് എടുത്ത് അതിനകത്തും അഭിനയിച്ചത്. സ്നേഹതരങ്ങളുടെ സീരിയലാണ്. ദൂരദർശൻ കാലത്ത് സീരിയൽ വന്ന ആളാണ്. അതെ അതെ. ശരിക്കും ആ ഒരു മേഖല എന്തുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല? കണ്ടിന്യൂ ചെയ്യാത്തത് സാമ്പത്തിക പരാധീനതകൾ കൊണ്ടാണ്. എൻ്റെ അന്ന് വലിയ ശമ്പളം ഇല്ലായിരുന്നു. ശമ്പളം ശമ്പളം വളരെ കുറവാണ്. അതുമാത്രമല്ല, ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂരാണ്. അപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൽ അവിടെ പോയി പിന്നെ വാടക വീടെടുത്ത് ഹോട്ടൽ ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിയുന്ന ഒരവസ്ഥ. പിന്നെ കുടുംബവും നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സീരിയൽ മേഖലയിൽ സജീവമായി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന് ശേഷം വന്നവരൊക്കെ വലിയ നടന്മാരായി. അല്ല, പിന്നീട് വിളിച്ചിട്ടുണ്ട്. സീരിയൽ തുടക്ക സമയത്താണ് വേഷങ്ങൾ അഭിനയിച്ചു വരുന്നത്. അതുകൊണ്ട് 8 എപ്പിസോഡോളം ഞാൻ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അതൊരു ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് അവർ വന്ന് ഇതുപോലൊരു വേഷത്തിൽ പറഞ്ഞിരുന്ന ആൾ വന്നിട്ടില്ല, പകരം ഒന്ന് വന്ന് നിൽക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയി നിന്നതാണ്. അത് പിന്നീട് ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതെ, ഒരു വാച്ചിന്റെ പരസ്യം എനിക്ക് ഓർമ്മയുണ്ട്. ചക്കവള്ളി രാജ ടൈംസ്. ഈ ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളെ പിന്നീട് എപ്പോഴും കണ്ടിട്ടുണ്ടോ? കാണാറുണ്ട്. പൂർണ്ണമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നാടകത്തിലേക്ക് പോയപ്പോഴേക്ക് പകല് ഓഫീസ് ജീവിതവും രാത്രി നാടക ജീവിതമായപ്പോൾ മറ്റെല്ലാ മേഖലകളിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. ഈ നാടകം എന്ന് പറയുമ്പോൾ ഉറക്കമൊഴിച്ച് ഇപ്പോഴത്തെ പോലെയല്ല. 10 മണിക്ക് ശേഷം ഇപ്പോൾ മൈക്ക് അനൗൺസ്മെന്റ് പാടില്ല. പണ്ട് നാടകം 10 മണിക്ക് ശേഷമാണ്. അതും ഡബിൾ വരും. അതെ, ഡബിളൊക്കെ കളിച്ചിട്ട് വന്ന് ആണ് പിന്നെ ഓഫീസിൽ പോകുന്നത്. ഓഫീസിൽ പോയിട്ട് പിന്നെ നേരെ നാടക സ്ഥലത്തേക്ക് പോവുകയാണ്. അന്ന് ഒരു ബൈക്കുണ്ട്, ഒരു കാറൊക്കെ ഉണ്ട്. അപ്പം ആ ദൂരത്തിൻ്റെയും സൗകര്യം അനുസരിച്ച് കാറിലോ ബൈക്കിലോ എപ്പോഴാന്ന് വെച്ചാൽ ഓഫീസിൽ നിന്ന് നേരെ സ്പോട്ടിലെത്തുന്നു. സ്പോട്ടിൽ നിന്ന് നാടകം കളിച്ചിട്ട് വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങി ഒരിത്തിരി നേരം ഉറങ്ങിയിട്ട് ഓഫീസിൽ പോകുന്നു. ഇഷ്ടം പോലെ. ഈ നാടകത്തിൽ അഭിനയിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് നിന്നിട്ട് ജോലിയിലേക്ക് പോകുമ്പോൾ ആ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുണ്ടോ? എനിക്ക് ഇത് ഈ രണ്ടും ഇഷ്ടപ്പെട്ട ജോലികളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. രണ്ടും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് ഒരു ക്ഷീണം എനിക്കത് തോന്നിയിട്ടില്ല. അതിപ്പോൾ പോലും ഇപ്പോൾ ഓട്ടോ കൊടുന്നു ഈ പെരുവയിലത്ത് ഓടിയിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ക്ഷീണം തോന്നാറില്ല. എത്രത്തോളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? അതായത് 92 എൻ്റെ ആദ്യത്തെ പ്രൊഫഷണൽ നാടകം ഞാൻ ചെയ്യുന്നത്. 92 മുതൽ ഇപ്പോൾ എത്രയായപ്പോൾ 33 വർഷം. 33 വർഷത്തിൽ 2019 കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെയും ഞാൻ സജീവമായിരുന്നു.
അതിന് ശേഷം ഒരല്പം പുറകിലേക്ക് പോയിരിക്കുകയാണ് നാടകത്തിൽ നിന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, മക്കളെയൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും വൈഫും മാത്രമായി വീട്ടിൽ. അപ്പോൾ രാത്രിയിൽ വീട്ടിൽ ആളില്ല. അതുകൊണ്ട് ഈ വർഷവും ഒരുപാട് സമിതികൾ വിളിച്ചതാണ്, പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത വർഷം അതിനൊരു ചാൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നാടകത്തിലേക്ക് വരികയാണ്. പിന്നെ വൈഫിനെ മോഡെടുത്തുകൊണ്ടാക്കിയിട്ട് നാടകത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനമായി. അപ്പോൾ ഓട്ടോ ഫീൽഡ് വിടുമോ? ഓട്ടോ ഫീൽഡ് രാത്രിയില്ലേ നാടകം, പകൽ ഓട്ടോ ഓടാല്ലോ. ഇതുകൊണ്ടൊരു നല്ലൊരു മാനസിക തൃപ്തിയുണ്ട്. ഈ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ നമ്മളതെല്ലാം മറക്കും. പിന്നെ ഇവരുമായിട്ട് ഈ കൂട്ടുകൂടി തമാശകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും പിന്നെ യാത്രക്കാരോടൊപ്പമുള്ള ഈ മിംഗ്ലിങ്ങും എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല, നമ്മളെല്ലാം മറക്കും. എല്ലാം മറക്കും. എത്ര നാടകങ്ങളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ ഈ 33 വർഷത്തെ നാടക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് നായകനായിട്ട് തന്നെയാണ്. പിന്നെ വളരെ ചുരുക്കം നാടകങ്ങളിൽ മാത്രമേ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. വില്ലനും നായകനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ 2 നാടകത്തിൽ മാത്രം അല്പം കോമഡി ചെയ്തു എന്ന് പറയാം. അത് കോമഡിയാണെന്ന് പറഞ്ഞുകൂടാ. അത് നമ്മുടെ ആദിനാട് ശശികണ്ണൻ്റെ കൂടെ നിന്നപ്പോൾ ഒരു നാടകത്തിൽ ഒരു അല്പം കോമഡി എന്നെ കൊണ്ട് ചെയ്യിച്ചു. കോമഡിയുടെ ഉസ്താദാണല്ലോ. അതെ, എന്നെ കൊണ്ട് ചെയ്യിച്ചു. ആ നാടകം കണ്ടിട്ട് തൊട്ടടുത്ത വർഷത്തേക്ക് എന്നെ വിളിച്ചിരുന്നത് വയലാർ നാടകവേദിയിലാണ്. പിന്നെ വയലാർ നാടകവേദിയിൽ ചെന്നപ്പോൾ ഉമ്മൻകുഞ്ഞി കോയി സാർ ഈ നാടകം കണ്ടിട്ടാണ് എന്നെ അതിലേക്ക് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് കോമഡി ചെയ്യാനുള്ളൊരു കഴിവുണ്ട്, അതുകൊണ്ട് നീ കുറച്ച് കോമഡി ചെയ്യണം അതിനകത്ത് എന്നും പറഞ്ഞ് കക്ഷിയാണ് നാടകം എഴുതുന്നത്. എനിക്ക് വേണ്ടി ഒരു കോമഡി സീനൊക്കെ എഴുതി. അത് ഭയങ്കര അഭിപ്രായമായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു സിനിമ നോക്കാതിരുന്നത് പറഞ്ഞല്ലോ, സാമ്പത്തികം ഒരു വലിയ ഘടകം തന്നെയാണ്. അഭിനയിക്കുന്നവർക്ക് നല്ല ശമ്പളം ഉള്ളതല്ലേ? ശമ്പളമുണ്ട്, പക്ഷേ അതിൻ്റെ പിന്നാലെ നടക്കാനും അവരെയൊക്കെ പോയി കാണാൻ ചുവൻസ് പോകണം. പിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് നമുക്കൊരു ചാൻസ് കിട്ടുന്നത് വരെ അവിടെ താമസിക്കേണ്ടി വരും, നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടി വരും. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സാമ്പത്തികം എല്ലാത്തിനൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. എവിടെ ജനിച്ചു വളർന്നത്? ഞാൻ ജനിച്ചു വളർന്നത് ശാസ്താംകോട്ടയിൽ തന്നെയാണ്. അപ്പോൾ നാടകത്തിൽ അറിയപ്പെടുന്നതും യേശുദാസ് ശാസ്താംകോട്ടയിൽ നിന്ന് തന്നെയാണ്. എൻ്റെ പേരിനോടൊപ്പം സ്ഥലപ്പേരോടെ ചേർത്താണ് അറിയപ്പെടുന്നത്. ശരിക്കും പേര് യേശുദാസ് അല്ലല്ല, സ്റ്റാനിസ്ലാവസ് എന്നാണ്. ആ പേര് എത്ര പേർക്ക് അറിയാം? അത് പലർക്കും അറിയില്ല. അതിന് തെളിച്ചു പറഞ്ഞാൽ, എന്നെ പഠിപ്പിച്ച കോളേജ് പ്രിൻസിപ്പൾ എന്നെ ഒരിക്കൽ ഒരു ചെറിയ അടിക്കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പൾ പോലും എന്നെ സസ്പെൻഡ് ചെയ്ത് എഴുതിയിട്ട പേര് യേശുദാസ് എന്നാണ്. അപ്പം ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്നപ്പോൾ എന്നെ വിളിപ്പിച്ചു, എന്നെ സസ്പെൻഡ് ചെയ്തില്ല, പിന്നെ എന്തിനാണ് ക്ലാസ്സിൽ കയറി? ഞാൻ പറഞ്ഞു, ഏതൊരു യേശുദാസിനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എന്നെ എല്ലാം എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു, ആ മുടിഞ്ഞ പേരും ഞാൻ ഓർത്തിരിക്കാൻ പറ്റത്തില്ല, നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പലർക്കും അറിയില്ല. അതായത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവർ പോലും ആ പേരിലല്ല എന്നെ വിളിക്കുന്നത്, യേശുദാസ് തന്നെ. ആ പേര് പലർക്കും അറിയില്ല, ചുരുക്കം ആൾക്കാർക്ക് അത്രേ അറിയത്തുള്ളൂ. ഈ ഇതൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എത്ര മക്കളുള്ള വീട്ടിലാണ് ജനിച്ചത്? എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 7 മക്കളാണ്. എത്രാമത്തെ ആളാണ്? അതിൽ ഞാൻ ആദ്യത്തെ ആളാണ്, അതായത് ഏറ്റവും മൂത്ത ആളാണ്. അവിടെ നിന്നാണ് ഈ നാടക ജീവിതം തുടങ്ങുന്നത്. അവരൊക്കെ സാധാരണക്കാരും കൂലിപ്പണിക്കാരും ആയിരുന്നല്ലോ. എൻ്റെ അമ്മയും അപ്പനും മത്സ്യത്തൊഴിലാളികളായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ മകനായി സർവ്വദാരിദ്ര്യത്തിലും പിന്നെ വിഷമതകളിലും വളർന്നു വന്ന ഒരാളായതുകൊണ്ടാണ് ഏത് ജോലി ചെയ്യാനും എനിക്ക് അതിൻ്റേതായ ഒരു മഹത്വമുള്ളതായി തോന്നുന്നു ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങുന്നത്. ഈ മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ ചില മേഖലയിലൊക്കെ മത്സ്യത്തൊഴിലാളിയുടെ മക്കളാന്ന് പറയാൻ ചിലർക്കൊരു നാണക്കേട് തോന്നാറുണ്ട്. പലരും അത് ഒളിക്കാറുണ്ട്. പല മേഖല, പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തു നിന്നൊക്കെ ജോലി കിട്ടി പോകുന്ന ആളുകൾ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ് വന്നത് പറയാറില്ല. അത് അവർക്ക് എന്തോ ഒരു നാണക്കേട് പോലെ. പല ആളുകളും അത് ഒളിക്കാറില്ലേ? സാർ ഇപ്പോൾ ഇത് തുറന്നു പറയാൻ ഒരു മടിയില്ലല്ലേ? എനിക്ക് ഒരു മടിയില്ല. കാരണം ആ കഷ്ടപ്പാടിൽ നിന്ന് കിട്ടിയ അന്നം കഴിച്ച് വളർന്നു വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ഞാൻ മത്സ്യം പിടിക്കാൻ പോയിട്ടുണ്ട്, മെക്കാട് പണിക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൂടി. പക്ഷെ അങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഉന്നത പദവിയിൽ ഇരുന്നതിന് ശേഷം ഓട്ടോ ഓടിക്കുമ്പോൾ അതൊരു നാണക്കേട് തോന്നുന്നില്ല. കാര്യം ഞാൻ അങ്ങനെ വളർന്നു വന്ന ആളല്ലേ. അതുകൊണ്ട് എനിക്ക് ഏത് ജോലി ചെയ്താലും ഞാൻ അതിന് ഒരു വിശ്വസ്തയോടുകൂടി
സത്യസന്ധമായി ആരെയും വേദനിപ്പിക്കാതെ, കാര്യം നമ്മൾ ഒരുപാട് വേദനിച്ചിട്ടുള്ളത് കൊണ്ടും ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്, ഇവിടെ ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ള ദേശമാണ്. പക്ഷേ ഈ നാടകരംഗത്തേക്ക് ഇങ്ങനെ വരാൻ കാര്യമുണ്ട്, അതിനൊരു അടിത്തറ ഉണ്ടാവണമല്ലോ. നാടകരംഗം എപ്പോഴും ഒരു ബേസ്മെന്റ് ഇല്ലാതെ. അതെ അതെ അതെ. എങ്ങനെയാണ് നാടകരംഗത്തേക്ക് ഞാൻ വന്നത് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാടകം കളിക്കുന്നവർക്ക് പ്രോംപ്റ്റ് ചെയ്തു കൊടുക്കാൻ ഒരാളെ വേണം. അങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഞാൻ ആദ്യം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിൽക്കുന്നത്. പക്ഷെ അനൗൺസ് ചെയ്യുന്നത് പ്രോംപ്റ്റ് ചെയ്യുന്ന ആളെ സംവിധായകനെന്നും പറഞ്ഞാണ് അനൗൺസ് ചെയ്യുന്നത്. കാര്യം പറഞ്ഞു കൊടുക്കണ്ടല്ലോ, അല്ല കേട്ടങ്ങ് പറഞ്ഞു പോകുന്നൊരു നാടകങ്ങളാണല്ലോ സ്കൂൾ നാടകങ്ങളെന്ന് പറയുന്നത് അന്ന്. അങ്ങനെ സംവിധായകനായി പിന്നീട് കയറി ഓരോ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതൊന്നും എൻ്റെ നാടക ജീവിതത്തെ സ്പർശിച്ചിട്ടില്ല. പക്ഷെ എന്നിലൊരു നടനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ദേശാഭിമാനി വായനശാല എന്ന് പറയുന്നൊരു വായനശാല ഉണ്ടായിരുന്നു. അതിലൊരു നാടക എഴുത്തുകാരൻ, അത്ര പ്രശസ്തനൊന്നും ആയില്ലെങ്കിലും കഴിവുള്ള ഒരാളുണ്ടായിരുന്നു, പൊന്നച്ചൻ ക്രിസാന്തസ്. അപ്പോൾ പൊന്നച്ചൻ നാടകം എഴുതി വാർഷികത്തിന് ഒറ്റ നാടകങ്ങൾ, പണ്ട് ക്ലബ്ബുകളിൽ ഒറ്റ നാടകം, ഏകാംഗമല്ല ഒറ്റ നാടകം, അതായത് വാർഷികത്തിനൊരു നാടകം കളിച്ച് പിരിയുകയാണ്. അങ്ങനെ നാടകം എഴുതി സംവിധാനം ചെയ്ത് അഭിനയിപ്പിക്കും. ആ സമയത്ത് സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കാൻ എന്നെ വിളിക്കും. വായിച്ചു കൊടുക്കാനായിട്ട് എന്നെ വിളിച്ച് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കാൻ ചെല്ലും. അപ്പോൾ അന്ന് നാടക നടികൾ വല്ലപ്പോഴുമൊക്കെ വരത്തുള്ളൂ, അവരെല്ലാ ദിവസവും വരില്ല. അപ്പം നടികൾക്ക് ഡ്യൂപ്പ് നിൽക്കണം, അതെൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നടികൾക്ക് വേണ്ടി ഡ്യൂപ്പ് നിൽക്കും, പിന്നെ അവർക്ക് പ്രോംപ്റ്റും ചെയ്തു കൊടുക്കും. അങ്ങനെ വന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് പൊന്നച്ചൻ ചോദിച്ചു, എടാ ഇതിനകത്ത് ഒരു ചെറിയ വേഷമുണ്ട്, അതൊന്ന് കയറി ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ ആദ്യമായി ആ നാടകത്തിൽ അഭിനയിച്ചു. അത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ പൊന്നച്ചൻ തന്നെ പോയി ആ കഥാപാത്രത്തെ ഇത്തിരി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു കാമുക വേഷമായിരുന്നത്. അത് എന്തായാലും നാടകത്തിൽ അത് ശ്രദ്ധ പിടിച്ചു പറ്റി. അപ്പോൾ എല്ലാവരും ഒന്ന് അഭിനന്ദിച്ചപ്പോൾ എനിക്കും തോന്നി കൊള്ളാവുന്നൊരു പരിപാടിയാണ് എന്ന് തോന്നി. അങ്ങനെ നാടകത്തിലേക്ക് ഒറ്റ നാടകങ്ങളിലൂടെ വന്നത് അത് 1.5 മണിക്കൂർ 2 മണിക്കൂർ നാടകങ്ങളായി. പിന്നീട് നാടകത്തിലേക്ക് എൻ്റെ രക്തം ലയിച്ച് ചേർന്നതെന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു ഇവിടെ, ലിറ്റിൽ വേ ആർട്സ് ക്ലബ്ബ് എന്ന് പറയും. ലിറ്റിൽ വേ ആർട്സ് ക്ലബ്ബ് ഈ ഏകാംഗ നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അന്ന് ശാസ്താംകോട്ട DB കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ലെക്ചറുണ്ട്, പെരുന്ന വിജയൻ എന്നാണ് സാറ്. പെരുന്ന വിജയൻ സാറ് ആണ് ഞങ്ങൾക്ക് നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു തരുന്നത്. അപ്പോൾ ആ നാടകങ്ങളെല്ലാം നായകസ്ഥാനത്ത് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം ഞങ്ങൾ കളിക്കുന്ന നാടകം കൂടെന്ന് പറയുന്നൊരു നാടകമാണ്. അതിലൊരു സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്തുകൊണ്ടാണ് ഞാൻ നാടക രംഗത്തേക്ക് സജീവമാകുന്നത്. അത് ഒരുപാട് വേദികൾ അവതരിപ്പിക്കുകയും എനിക്ക് 30-ലധികം അവാർഡുകൾ കിട്ടുകയും ചെയ്ത ഒരു നാടകമാണത്. അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എപ്പോഴും ഇരിപ്പുണ്ട്. അങ്ങനെ ആ നാടകത്തിലേക്ക് വന്നു. പിന്നീട് ഞങ്ങൾ ആ ക്ലബിൻ്റെ പേരിൽ തന്നെ ഒരു 4-5 നാടകം ഞങ്ങൾ കളിച്ചു. അതിലെല്ലാം പ്രധാനപ്പെട്ട വേഷങ്ങളാണ് ചെയ്തിരുന്നത്. അങ്ങനെ വേഷങ്ങൾ ചെയ്ത് വന്ന കൂട്ടത്തിലാണ് ഇത് എൻ്റെ ഒരു ആരാധകനായിരുന്ന എൻ്റെ ശാസ്താംകോട്ട കോളേജിൽ എൻ്റെ കൂടെ ഒപ്പം പഠിച്ചിരുന്ന ഒരാളാണ് എന്നെ പ്രൊഫഷണൽ നാടകത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഓച്ചിറ ശ്രീവി എന്ന് പറയുന്നൊരു നാടക സമിതി ഉണ്ടായിരുന്നു. അവർ എൻ്റെ വാനമ്പാടി എന്ന് പറയുന്നൊരു നാടകം ക്ലിക്ക് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒറ്റ ദിവസം ഒഴിവില്ലാതെ കളിക്കുന്നതായിരുന്നു. അപ്പോൾ 2ാം വർഷവും ആ നാടകം തന്നെ അവർ കളിക്കുകയാണ്. അപ്പോൾ എന്തോ അസൗകര്യത്താൽ മെയിൻ നടൻ, അത് കയ്യൂർ സത്യൻ എന്ന് പറയുന്നൊരു പ്രശസ്ത നടനാണ് ആ വേഷം ചെയ്തിരുന്നത്. ഒരു ഗാനമേള ട്രൂപ്പിൻ്റെയും പ്രധാന ഗായകൻ്റെയും കഥയാണത്. നാടകം എഴുതി സംവിധാനം ചെയ്തത് നമ്മുടെ ആലപ്പി രംഗനാഥ് മാഷാണ്. ആലപ്പി രംഗനാഥ് മാഷിൻ്റെ ചെറുപ്പകാലമാണ്. അപ്പോൾ ചെറുപ്പക്കാരെ വേണ്ടത്. അങ്ങനെ ഇവൻ പലരെ ആലോചിച്ച കൂട്ടത്തിൽ എന്നെ ഓർത്തപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പക്ഷേ ഞാൻ ചെന്നവർ 2ാം വർഷം കളിക്കുമ്പോൾ ശ്രീവി എന്ന പേര് കൊള്ളത്തില്ലെന്ന് ആരോ പറഞ്ഞ് കേട്ടവർ കൊല്ലം നാഷണൽ എന്ന പേര് മാറ്റി, കൊല്ലം നാഷണൽ. അപ്പോൾ അങ്ങനെ കൊല്ലം നാഷണലിലെ എൻ്റെ വാനമ്പാടി എന്ന് പറയുന്ന പ്രൊഫഷണൽ നാടകത്തിലൂടെയാണ് ഞാൻ നാടക രംഗത്തേക്ക് വരുന്നത്. അത് ഏകദേശം 100-150 നാടകത്തോളം ആ വർഷം കളിച്ചു. അതുമാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ദൂരദർശൻ ഞങ്ങളെ വിളിച്ചു.
ദൂരദർശൻ അത് റെക്കോർഡ് ചെയ്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും അരമണിക്കൂർ വീതം വൈകിട്ട് 5:30 അത് സംപ്രേഷണം ചെയ്തു. കുറച്ച് സമയമല്ലേ മലയാളത്തിന് തരുന്നുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അവസരം. അതെ, അങ്ങനെ 4 ആഴ്ചകളിലായിട്ട് അരമണിക്കൂർ വീതം ആ നാടകം സംപ്രേഷണം ചെയ്തു. അതിനുശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒറ്റ ഗ്യാപ്പില്ലാതെ എല്ലാ വർഷവും പിന്നെ കേരളത്തിൽ എന്നുള്ളതല്ല, നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന എല്ലാ നാടക സമിതികളിലും ദൈവസഹായത്താൽ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുബി എൻ്റർടൈനേഴ്സ് ഉണ്ട്, നമ്മുടെ ആദിനാട് ചേട്ടൻ്റെ മഹിമ, പിന്നെ ഓച്ചിറ മഹിമ, പിന്നെ ഓച്ചിറ ഉപാസന, കൊല്ല ഉപാസന എന്നായിരുന്നു അത് നേരത്തെ, അത് ഉപാസന, പിന്നെ മാനസി, ഓച്ചിറ മാനസി, പിന്നെ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുല്യ, വയലാർ നാടകവേദി, യവന, പിന്നെ ഏതാണ് അരീന, കൊല്ലം അരീന, കൊല്ലം ഉണ്ട് കൊല്ലം അരീനയിലാണ് ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് നാടകം അഭിനയിച്ചുകൊണ്ടിരുന്നത്. കൊറോണ കഴിഞ്ഞ് നിർത്തിവെച്ചപ്പോഴാണ് ഞങ്ങൾ മാറിയത്. എനിക്ക് ഈ പാർലക്കോള അധ്യാപകനായിട്ടും സർക്കാർ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് തൊട്ടടുത്തുള്ള സമിതികളിലാണ് ഞാൻ കൂടുതൽ പോകുന്നത്. പക്ഷേ പോകുന്ന സമിതികളെല്ലാം 2-3 വർഷം അങ്ങ് നിൽക്കും. നല്ല ശബ്ദമാണ്, നല്ല വോയിസാണ്. എന്തുകൊണ്ടാണ് ഈ ഡബ്ബിംഗ് രംഗത്ത് ഒന്ന് ശ്രമിക്കാതിരുന്നത്? ഡബ്ബിങ്ങിന് പോയിരുന്നു ഞാൻ. അപ്പോൾ ഒരു ബാലയിൽ ഞാൻ ഡബ് ചെയ്തിരുന്നു. അത് നല്ല ബാസ് ശബ്ദം ആവശ്യമായിരുന്ന ഒരു കാട്ടാള വേഷത്തിന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തിരുന്നു. തിരിച്ച് വേറൊരു ശബ്ദം കൊടുത്തതെന്ന് പറഞ്ഞാൽ നാരദൻ്റെ വേഷം, അതായത് വളരെ സോഫ്റ്റായിട്ടുള്ള ഈ 2 ശബ്ദവും കൊടുത്ത് ബാലെ പുറത്തിറങ്ങി. ബാലെ നന്നായി കളിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇവർക്ക് അസോസിയേഷനൊക്കെ ഉണ്ടായി. ഡബ്ബിംഗ് ഇല്ല, എടുക്കാൻ പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അപ്പം നമുക്ക് ഇവർ വിളിക്കുന്ന സമയത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം മെമ്പർഷിപ്പ് എടുത്ത് ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം നമ്മൾ ചെല്ലേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മെമ്പർഷിപ്പൊന്നും എടുത്തില്ല ഞാൻ. മെമ്പർഷിപ്പ് ഇല്ലാത്തവരെയൊന്നും ഡബ്ബിങ്ങിന് വിളിക്കണ്ടെന്നൊരു തീരുമാനം അവരുണ്ടാക്കി. അങ്ങനെ പുറത്തായതാണ്. ഇല്ലെങ്കിൽ മേഖലയിൽ നിന്നേനെ. എന്നാലും എത്ര ചൂടാണെങ്കിലും വെയിലാണെങ്കിലും രാവിലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ വരും. ഒരു 9 മണി ആകുമ്പോഴത്തേക്ക്, 9 മണിക്ക് മുമ്പ് വരില്ല, 9 മണി ആകുമ്പോഴത്തേക്ക് വരും. കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഇരുന്നിട്ടുണ്ട്? ഞാൻ കണ്ണൂർ, ആലപ്പുഴ, പിന്നെ പാലക്കാട്, കൊല്ലം, ഇത്രയേ ഉള്ളൂ. എത്ര വർഷം ജോലി ചെയ്തു സർക്കാർ? ഞാൻ 22 വർഷം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുത്തിയ ആൾ നിസ്സാരക്കാരനല്ല. കൈവച്ച മേഖലയിലെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായി തുടരുമ്പോഴും അടുത്ത വർഷം നാടക സമിതിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിലുമാണ്. എന്തായാലും പുതിയ വർഷം അടിപൊളിയാവട്ടെ, നന്നായിട്ട് പോട്ടെ. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം.